നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്, നമുക്കിപ്പോൾ നല്ല ചൂടാണ്. പരമാവധി നിങ്ങൾ സോപ്പ് വാങ്ങണമെന്ന് ഉപയോഗിക്കാതിരിക്കണതാണ് നല്ലത്. ശരീരം മൊത്തം നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെന്ന് വെച്ചാൽ ഏറ്റവും നല്ലതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫേസെങ്കിലും നിങ്ങളുടെ മുഖമെങ്കിലും നിങ്ങൾ സോപ്പ് ഉപയോഗിച്ച് സോപ്പ് ഉപയോഗിക്കൽ നിർത്തണം. ശരിക്കും പറഞ്ഞാൽ മുഖം അങ്ങനെ ഉപയോഗിക്കുമ്പോൾ സ്കിന്നിന് നല്ല മാറ്റമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ കാലം കൊണ്ടേ ഉപയോഗിക്കണമെന്ന് പലതരത്തിലുള്ള ഫേസ് വാഷ് പൗഡർ. ഇപ്പോൾ ഞാൻ സിമ്പിളായിട്ടുള്ള ഫേസ് വാഷ് പൗഡറാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. നമുക്കിത് 2 നേരം ഉപയോഗിക്കാം. നമ്മൾ രാവിലെ ബ്രഷ് ചെയ്ത് നമ്മൾ മുഖം കഴുകുമ്പോൾ ഫേസ് വാഷ് ഉപയോഗിക്കുന്നതിന് പകരം അപ്പോൾ തന്നെ നമ്മൾ ഇതൊരു ഡപ്പയിലാക്കി വെക്കുകയെന്ന് വെച്ചാൽ ഡപ്പയിലാക്കി വെക്കുക. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ പാക്കറ്റ് തുറന്ന് ഞാൻ കയ്യിൽ തന്നെ അപ്ലൈ എടുത്ത് ഫേസ് വാഷ് അപ്പം തന്നെ ഉണ്ടാക്കിയിട്ട് തേക്കുകയോ ചെയ്യുക. അത് നമ്മൾ പല്ല് തേച്ച് കഴിഞ്ഞ് ഫേസ് വാഷ് ചെയ്യണ സമയത്ത് നമ്മളത് മുഖത്ത് ഒന്ന് നേരെ തേച്ച് ഒരു മസാജ് കൊടുക്കുക, കഴുകിക്കളയുക. അത്രേ വേണ്ടുള്ളൂ. കൂടുതൽ നേരം നിങ്ങളൊരു 20 മിനിറ്റ് വെക്കുന്നതെന്ന് ഞാൻ പറയില്ലേ. നിങ്ങൾക്ക് കൂടി വന്ന് പറഞ്ഞ് ഒരു 2-3 മിനിറ്റ് നിങ്ങൾ ഫേസിൽ വെക്കുകയാണെന്ന് വെച്ചാൽ അതിൻ്റെ ആ റിസൾട്ട് നമ്മൾ ദിവസവും ചെയ്യുമ്പോൾ നല്ല വ്യത്യാസമുണ്ട്. അതിപ്പോൾ രാവിലെയും ചെയ്യുക, രാത്രി ചെയ്യുക. കിടക്കണതിന് മുമ്പ് നിങ്ങളിപ്പോൾ എന്തെങ്കിലും പാക്കുകൾ ഇടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതിന് മുന്നോടിയായിട്ട് ഇത് ചെയ്യുക. അതിന് ശേഷം പാക്ക് ഇടുക. അതിന് ശേഷം 20 മിനിറ്റ് കഴിഞ്ഞാണല്ലോ നമ്മൾ പാക്ക് കഴുകിക്കളയുക. അതിന് ശേഷം നമ്മൾ ടോണർ, സിറം, ക്രീം ഒക്കെ ഉപയോഗിച്ച് നമ്മൾ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങുക. അപ്പോൾ അങ്ങനെ ഇത് മുന്നോട്ട് നിങ്ങളിങ്ങനെ കൊണ്ടുപോകണമെന്നുണ്ട് വെച്ചാൽ നിങ്ങളുടെ ഫേസിന് നല്ല വ്യത്യാസം ഉണ്ടാവും. എൻ്റെ ഫേസിൻ്റെ കോലൊക്കെ നിങ്ങൾക്ക് പണ്ട് എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. എന്ന് വെച്ചാൽ പണ്ട് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു 1-1.5 വർഷം 2 വർഷമൊക്കെ മുമ്പൊക്കെ എൻ്റെ മുഖത്ത് മുഴുവൻ പിഗ്മെൻറ്റേഷനും കറുത്ത് കരുവാളിച്ച് ആകെ നാശകോശമായി കിടന്നിട്ടുണ്ടായിരുന്നതാണ്. നിറച്ച് പിഗ്മെൻറ്റേഷൻ ആയിരുന്നു. മൊത്തത്തിൽ മാറിയെന്നൊന്നും പറയുന്നില്ല, അത് ഒരുവിധം മാറി. പിന്നെ വെളുത്ത് തുടുത്തിട്ടൊന്നുമല്ല ഇരിക്കുന്നത്, ഇരുനിറാണ്. എന്നാലും എനിക്ക് എൻ്റെ ആ പഴയ കളറ് തിരിച്ച് കിട്ടി. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്നും നമ്മുടേതായ ആ ഒരു കളർ തിരിച്ചു കിട്ടുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവില്ല. അതിന് നമ്മൾ വീട്ടിലിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ എങ്ങനെയാണ് ഞാൻ ഫേസ് വാഷ് പൗഡർ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഡെയിലി ഉപയോഗിക്കണം എന്നുള്ളത്. നല്ല ചൂടാണ്, വിയർത്ത് കുളിക്കുകയാണ്. ഫാനൊക്കെ ഇട്ടിട്ടൊന്നും ഒരു കാറ്റുണ്ടത് പോലും നമുക്ക് തോന്നില്ല, അത്രയ്ക്ക് ചൂടാണ് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ നല്ലൊരു ക്രീം ഉണ്ടാക്കി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതും നല്ല അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെന്ന് വെച്ചാൽ ക്യാരറ്റ് ക്രീം ഞാൻ ഉണ്ടാക്കി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, അതും നല്ല അടിപൊളിയാണ്. ഇപ്പം ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരുന്ന ഫേസ് വാഷ് നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെന്ന് വെച്ചാൽ വാങ്ങിയ ഫേസ് വാഷൊക്കെ പാടെ ഉപയോഗിച്ചിട്ട് ഇത് നിങ്ങൾ ഡെയിലി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിൻ ഒന്ന് ക്ലിയർ ആവാൻ നിങ്ങളെ നല്ലപോലെ സഹായിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ മുടിയുടെ അവസ്ഥ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളതാണ്. എൻ്റെ മുടി പറഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ വരികയായിരുന്നു. ശരിക്കും നമ്മൾ മുടിയുടെ അറ്റം ഇങ്ങനെ പിടിച്ച് നമ്മളിങ്ങനെ ഇടാക്കിയില്ലേ, ഒപ്പം മുടി ഇങ്ങനെ വരികയായിരുന്നു. ആ മുടി കൊഴിച്ചിലിന് എന്നെ പിടിച്ച് നിർത്തിയ പോലെ എന്നെ സഹായിച്ചൊരു കാര്യം ഞാൻ ഇതിന് മുമ്പും വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അത് പിന്നെയും ഞാൻ കാണിച്ചു തരികയാണ്. എന്നെപ്പോലെ മുടി കൊഴിച്ചിൽ മണ്ടയൊക്കെ കാണാൻ തുടങ്ങി. എൻ്റെ അത്രയ്ക്ക് മുടി കൊഴിച്ചിലായിരുന്നു, പെറിഞ്ഞു പോവുകയാണ്. അത് മാത്രമല്ല, മുടി നമ്മൾ വെട്ടും, അറ്റം ഇങ്ങനെ ഷൂന്നാവുമ്പോൾ നമ്മൾ വെട്ടുമല്ലോ, വെട്ടിക്കഴിഞ്ഞ് 1 മാസം ആകുമ്പോഴേക്കും അത് പിന്നെയും അങ്ങനെ ഷൂന്നാവും. അപ്പോൾ മുടി എത്രയെന്നെന്താ വെച്ചാൽ ഇടുപ്പിന് താഴെ എന്നൊക്കെ പറയുക, അത്രയ്ക്ക് മുടി എനിക്ക് ഉണ്ടായിരുന്നതാണ്. നല്ല മുടി തന്നെയായിരുന്നു കേട്ടോ, എനിക്ക് നല്ലോണം മുടി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞാൽ ഇത്രയ്ക്ക് മുടിയായി. ഇപ്പോഴത്തെ അത്രയ്ക്ക് മുടിയുള്ളൂ എനിക്ക്. ഇത്രയ്ക്ക് മുടി ആവാൻ കാരണം ഇവിടുത്തെ വെള്ളമാണ്, ക്ലോറിൻ കലർന്ന വെള്ളമാണ്. പലതരത്തിലുള്ള പാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും എണ്ണ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും മുടി കൊഴിച്ചിലിന് നല്ലോണം എന്താ പറയുക, നല്ലോണം ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. പിന്നെ നമ്മൾ പിടിച്ച് ഇത്രയെങ്കിലും ഉള്ളത് നമ്മൾ ആ ആഴ്ച എണ്ണ തേച്ചത് കൊണ്ടും പാക്കുകൾ ഉപയോഗിക്കുക കാരണവും കൂടിയാണ്. അതും പറയണം. കാരണം നമ്മൾ അത് ചെയ്യണതിൻ്റെ റിസൾട്ട് തീർച്ചയായും നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ പിടിച്ച് നിർത്തിയ പോലെ, ശരിക്കും സഡൻ ബ്രേക്ക് ഇട്ട പോലെ എൻ്റെ മുടി കൊഴിച്ചിൽ നിന്നും ചെറിയ മുടികൾ കിളിർത്ത് വരാൻ തുടങ്ങി. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇത് നിങ്ങളോട് ആദ്യം തന്നെ ഞാൻ പറയാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ കുഞ്ഞു ഹെയറുകൾ നിറച്ച് മുളച്ച് വരുന്നുണ്ട് കേട്ടോ. ഒരുപാട് മുളച്ച് വരുന്നുണ്ട് എനിക്ക്. അതിലൊരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ അത്രയും റിസൾട്ട് തരുന്ന സാധനം എന്താണെന്ന് നിങ്ങൾക്ക് അറിയേണ്ടത്. എല്ലാവരുടെയും പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ. ആ മുടി കൊഴിച്ചിൽ നമുക്ക് മാനസികമായിട്ട് ഭയങ്കര പ്രയാസം തന്നെയാണ്. എവിടെയെങ്കിലും പോകുന്ന സമയത്ത് മുടി എങ്ങനെ കെട്ടുന്നുള്ള ഒരു ടെൻഷൻ, അങ്ങനെ പല ടെൻഷനുകൾ നമുക്കുണ്ടാവും. അതിൻ്റെയും കൂടി ഞാൻ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ എന്താണ് തലയിൽ തേക്കണമെന്നുള്ളതും അതുപോലെ തന്നെ ഫേസ് വാഷ് ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫേസ് വാഷ് എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഭയങ്കര ചൂട് കാലമാണ്, ധാരാളം വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കുക ഒരു മടിയും കാണിക്കരുത്. വെള്ളം ദാഹിച്ചില്ലെങ്കിലും നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് പറ്റണ പോലെയൊക്കെ നിങ്ങൾ ഫ്രൂട്ട്സ് വാങ്ങി കഴിക്കുക. ഇപ്പോൾ വാട്ടർ മെലനൊക്കെ നല്ലപോലെ കിട്ടുന്നുണ്ട്, അതൊക്കെ നല്ലപോലെ വാങ്ങി കഴിക്കുക. അതുപോലെ കക്കിടിയൊക്കെ കിട്ടുകയാണെന്നുണ്ടെന്നുണ്ടല്ലോ, അതൊക്കെ വാങ്ങി നല്ലപോലെ കഴിക്കുക. വെള്ളം കുടിക്കണതിൽ ഒരു മടിയും വിചാരിക്കാതെ നല്ലപോലെ കുടിച്ചോളൂ കേട്ടോ.
അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. സൺസ്ക്രീൻ ഉപയോഗിക്കാൻ മറക്കുക ചെയ്യരുത്. മടി ഉണ്ടാവും, വീട്ടിലിരിക്കുമ്പോൾ എന്തിനാ സൺസ്ക്രീൻ ഉപയോഗിക്കണം എന്നുള്ളൊരിതുണ്ട്. മടിച്ച് ചെയ്യണം ഞാനും സൺസ്ക്രീൻ ഉപയോഗിക്കേണ്ട കാര്യത്തിൽ. എന്നാലും ഞാൻ പുറത്തേക്ക് അങ്ങനെ ഇപ്പോൾ കുറച്ച് 2-3 ദിവസമായിട്ട് അങ്ങനെ ഇറങ്ങില്ല. ഇതിന് മുമ്പ് മുളക് ഉണക്കൽ, മല്ലി ഉണക്കൽ, ഇങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. നല്ലപോലെ ടാനായിരുന്നു മുഖത്ത്. അതിപ്പോൾ കുറഞ്ഞു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഫേസ് വാഷ് പൗഡർ ഉപയോഗിക്കുക കാരണം തോന്നുന്നുണ്ട് ആ ടാൻ അടിച്ചത് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും തന്നെ മാറുന്നുണ്ട്. അത് ഒരു രഹസ്യം ഇതുകൂടിയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെയൊക്കെ ശ്രദ്ധിക്കണമെന്നുണ്ട് വെച്ചാൽ ടാൻ അടിച്ചതിൻ്റെ അപ്പം തന്നെ ഒരു മാറ്റാൻ പറ്റണ ഒരു നല്ലൊരു ഫേസ് വാഷ് പൗഡർ കൂടിയാണ് ഇത്. അപ്പം നമുക്ക് ഞാൻ എങ്ങനെ ഫേസ് വാഷ് പൗഡർ ഉപയോഗിക്കുക എന്നുള്ളത് കാണിച്ചു തരാം. ഞാൻ കയ്യിലേക്ക് കൊട്ടിയിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ മുഖത്ത് തേക്കാറ്. ഇന്നിപ്പോൾ ഞാൻ ഒരു പാത്രത്തിൽ ഞാൻ എന്താ സാധനങ്ങളാണ് എടുക്കാറ് എന്നുള്ളത് കാണിച്ചു തന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ എങ്ങനെ ഉപയോഗിക്കാറ് എന്നുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോവുക. അതിന് മുന്നോട്ടിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ദീപ. നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയി നോക്കിയിട്ട് വരാം. ആദ്യം നമുക്കൊരു പാത്രം എടുക്കാം. റോസ്മേരിയുടെ ഡ്രൈ ആയിട്ടുള്ള ലീഫ് നമുക്ക് വാങ്ങാൻ കിട്ടും. ഉണങ്ങിയ ഇല അതുണ്ടോ, നല്ല അടിപൊളിയാണ്. കുറച്ചായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഡെയിലി നമുക്കിത് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. ഇത്രയും കാലം ഞാൻ യൂസ് ചെയ്തതിൽ വെച്ച് എൻ്റെ മുടിക്ക് ഒരുപാട് കാലം മുമ്പ് തൊട്ടിട്ട് ഞാൻ എണ്ണ യൂസ് ചെയ്യുന്നുണ്ട്. കാച്ചിയ എണ്ണ അല്ലാതെ പല പാക്കുകളും കാര്യങ്ങളും നമ്മൾ ഒരുപാട് കാര്യങ്ങളും മുടിക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ പറയുകയാണ്, എൻ്റെ മുടി കൊഴിച്ചിൽ മാറ്റാൻ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ച ഏറ്റവും ബെസ്റ്റ് ഒരു സാധനം പറഞ്ഞാൽ അത് ഈ ഒരു ഇല മാത്രം മതി കേട്ടോ. അത്രയ്ക്ക് റിസൾട്ടാണ് എനിക്ക് തന്നിട്ടുള്ളത്. എൻ്റെ മുടി കൊഴിച്ചിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങനെ മുടി ഇങ്ങനെ മണ്ടയിൽ നിന്ന് പെറിഞ്ഞു പോയിരുന്നു. ആ പെറിഞ്ഞു പോണ ആ മുടീനെ പിടിച്ചു നിർത്താൻ ഈ ഒരു കുഞ്ഞനിലയ്ക്ക് സാധിച്ചു എന്ന് പറയുമ്പോൾ അത് വല്ലാത്തൊരു അതിശയം തന്നെയാണ്. നമ്മൾ പലതരത്തിലുള്ള പാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്, മാസ്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എണ്ണ കാച്ചിയിട്ടാണ് ഞാൻ വർഷങ്ങളായിട്ട് തേക്കണത്. അപ്പോൾ അതൊക്കെ തേച്ചിട്ടും എൻ്റെ മുടി നല്ലപോലെ തന്നെ കൊഴിഞ്ഞുണ്ടായിരുന്നു. കാരണം എൻ്റെ മുടിയുടെ അവസ്ഥ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയ്ക്ക് മുടി കൊഴിച്ചിൽ നിന്ന് എന്നെ മുടി കൊഴിച്ചിൽ മാറ്റി. മണ്ടേന്നേ പെറിഞ്ഞു പോയിരുന്നു മുടി. എനിക്ക് നല്ല പോലെ പറഞ്ഞാൽ ചന്തയുടെ സോറി അത് പറയാൻ പാടില്ലല്ലോ, ഇടുപ്പിന് താഴെ തന്നെ പറയാം, അത്രയ്ക്ക് മുടി ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും മുടിയുള്ള എൻ്റെ ഈ വേദത്തിൽ ഒരു മുട്ടച്ചിയായി ഞാൻ. അത്രയും പ്രശ്നമായിരുന്നു എൻ്റെ മുടിക്ക്. ആ മുടി കൊഴിച്ചിൽ മാറാനും പുതിയ മുടി കിളിർത്ത് വരാനും താരൻ മാറാനും മുടി അറ്റം പിളർന്നു പോണത് മാറ്റാനും ഒക്കെ എന്നെ സഹായിച്ച ഒരേ ഒരു സാധനമാണ് ഈ ഒരു കുഞ്ഞിനില. നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യുക. എനിക്ക് അത്രയ്ക്ക് റിസൾട്ട് കിട്ടുക കാരണം ഞാനിത് ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട്. ദിവസവും രാത്രിയോ പകലോ നിങ്ങൾക്ക് എപ്പോഴാണ് നിങ്ങളുടെ സൗകര്യം അനുസരണം നിങ്ങൾക്കിത് സ്പ്രേ ചെയ്യുകയോ തലയിൽ ഒഴിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യുക, ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കുകയോ ചെയ്യുക. അതിന് ശേഷം ഞാൻ ഇതങ്ങനെ ഒരു പാത്രം എടുത്തിങ്ങനെ വലിയ ഗ്ലാസ്സിനൊരു 2 ഗ്ലാസ് ഉണ്ടാവും. ഇത് ഇതിലേക്ക് ഒഴിക്കുക. ഇത് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം അടുപ്പത്ത് സ്റ്റവ് കത്തിച്ച് തിളപ്പിക്കാൻ വയ്ക്കുക. അപ്പോൾ ഞാനിത് അടുപ്പത്തേക്ക് വെച്ചു. ഇനി നമുക്ക് ഈ സ്റ്റൗ ഒന്ന് കത്തിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ സ്റ്റൗ കത്തിച്ചു. ഇനി ഇതിവിടെ കിടന്ന് തിളയ്ക്കട്ടെ. ഇത് തിളച്ചതിന് ശേഷം നമുക്ക് ഒരു ആദ്യം നമുക്കത് ഫുള്ളിലിട്ടിട്ട് അതിനെ ഒന്ന് തിളയ്ക്കാൻ അനുവദിക്കുക. അടച്ചു വെച്ചിട്ടാണ് ഞാൻ തിളപ്പിക്കാറ്. ഞാൻ ഇത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരോ എന്നോട് കമൻറ്റ് വഴി അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇത് തിളപ്പിക്കുന്ന സമയത്ത് അടച്ചു വെച്ച് തിളപ്പിക്കാൻ. അതിന് മുമ്പൊന്നും എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ആ കമൻറ്റ് വഴി അത് അറിയിച്ചതിന് ശേഷം ഞാനിപ്പോൾ തിളപ്പിക്കുന്ന സമയത്ത് അടച്ചു വെച്ചിട്ടാണ് തിളപ്പിക്കാറ്. അപ്പോൾ നമുക്കൊരു പാത്രം മുകളിൽ വെച്ച് കൊടുക്കാം. സ്റ്റവ് ആദ്യം നമുക്ക് ഫുള്ളിൽ കത്തിക്കാം. അതിന് ശേഷം തിളച്ചു എന്ന് കണ്ടു പറഞ്ഞാൽ ഞാനത് സിമ്മിലാക്കിയിട്ട് ഒരു 5 മിനിറ്റും കൂടി കത്തിക്കും. അതിന് ശേഷം ഓഫ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് തിളയ്ക്കട്ടെ. എൻ്റെ മുടി കൊഴിച്ചിൽ മാറ്റാൻ എന്നെ ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് സിറമാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയ സിറംന്നോ അല്ലെങ്കിൽ ടോണർന്നോ തലയിൽ അടിക്കാനുള്ള ടോണർന്നോ എന്ത് വേണമെങ്കിലും പറയാം. അത്രയ്ക്ക് അടിപൊളിയാണ്. അടിപൊളി പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ. ഇപ്പോൾ ഇതാ തിളച്ചപ്പോൾ ഞാനിതാ മൂടി നമ്മൾ അടച്ചു വെച്ചിട്ട് അത് മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തിട്ട് ഇതുപോലെ തന്നെ അടച്ചു വെച്ച് സിമ്മിലൊരു 5 മിനിറ്റ് ഒന്നുകൂടി തിളപ്പിക്കുക. അപ്പോൾ നമുക്ക് പരമാവധി തീ കുറച്ച് വയ്ക്കുക. അത് അതിൽ കിടന്ന് തിളച്ചോളും. ഇനി നമുക്കൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതാ നമ്മുടെ ടോണർ റെഡി ആയിട്ട് നമ്മുടെ തലയിൽ നല്ല ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ടോണറാണ്.
ഇതിന് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചുകൊണ്ട് പറഞ്ഞാൽ ഓൾറെഡി ഞാൻ കാണിച്ചു തന്നിട്ടുള്ളതാണ് ഞാൻ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത്. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി ഉണ്ടാക്കി കാണിച്ചു തന്നേ ഉള്ളൂ. ഇപ്പോൾ ഞാനിതാ കുറച്ച് വറ്റിച്ചു. ഇത്ര ഉണ്ടായിരുന്നതാണ്, ഇത്രയും വറ്റി. ഒരു 5-10 മിനിറ്റ് ഇത് സിമ്മിലിട്ട് തിളപ്പിച്ചപ്പോഴാണ് ഇതിങ്ങനെ വറ്റി. ഇനി ഇത് ചൂടാറി, നല്ലപോലെ ചൂടാറിയതിന് ശേഷം സ്പ്രേ കുപ്പിയിലേക്ക് ആക്കുക. എനിക്കിത് നമ്മുടെ ഈ ഡ്രൈ ലീഫ് വാങ്ങുമ്പോൾ തന്നെ എനിക്ക് ഒരു സ്പ്രേ കുപ്പി അതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയിരുന്നു. അപ്പോൾ ഞാൻ ഇത് തണുത്തതിന് ശേഷം സ്പ്രേ കുപ്പിയിലേക്ക് ആക്കും. അതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ വെക്കും. ബാക്കിയുള്ളത് വേറൊരു കുപ്പിയിലാക്കി വെക്കും. എന്നിട്ട് സ്പ്രേ ബോട്ടിലാക്കിയത് ഞാൻ ദിവസവും രാത്രിയിലാണ് ഞാൻ സ്പ്രേ ചെയ്യാറ്. തലയിൽ നല്ലപോലെ, മണ്ടയിൽ മൊത്തം, മുടിയിലെല്ലാം നല്ലപോലെ സ്പ്രേ ചെയ്യും. സ്പ്രേ ചെയ്തതിന് ശേഷം മുടി കെട്ടി വെക്കരുത്. ഒരു 10 മിനിറ്റ് അങ്ങനെ മുടി വയ്ക്കുക. ഉണങ്ങിയതിന് ശേഷം മാത്രം നല്ലപോലെ ചീന്തിയിട്ട്, നിങ്ങൾ നെറുകിൽ കെട്ടി വെച്ച് കിടക്കണവരാണെന്ന് നെറുകിൽ കെട്ടി വെക്കുക. അല്ല മുടി മടഞ്ഞിടണവരാണെന്ന് മുടി മടഞ്ഞിട്ടിട്ട് സുഖമായി കിടന്നുറങ്ങുക. നിങ്ങളുടെ മുടി പിറ്റേ ദിവസം തല നനച്ചാൽ മതി കേട്ടോ. അന്നത്തെ ദിവസം ഞാൻ തല നനയ്ക്കാറില്ല, ഞാൻ പിറ്റേ ദിവസം തല നനയ്ക്കാറ്. എൻ്റെ മുടി ശരിക്കും പറഞ്ഞാൽ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. മുടി കൊഴിച്ചിൽ നല്ലപോലെ നിന്നു. അതുപോലെ ചെറിയ ചെറിയ മുടികൾ നല്ലപോലെ മുളച്ച് വന്നിട്ടുണ്ട്. അറ്റം പിളർന്ന് പൊട്ടണതും നിന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇത്രയും സഹായം എനിക്ക് ഈ വാട്ടർ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണവരൊക്കെ ചെയ്യുക. തണുത്തതിന് ശേഷം മാത്രമേ തലയിൽ തേക്കാവൂ കേട്ടോ. അതുമാതിരി തന്നെ സ്പ്രേ കുപ്പി അല്ലച്ച മറ്റേ ഏത് സ്പ്രേ കുപ്പി ഇല്ലാത്തവർ വേറെ ഏതെങ്കിലും ബോട്ടിലാക്കിയിട്ട് കയ്യിലേക്ക് കുറച്ച് നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് ചെയ്യും മാതിരി തലയിലേക്ക് ഇങ്ങനെ ആക്കിയാലും അങ്ങനെയും ചെയ്യാം. ഞാൻ ആദ്യം അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് പുറത്ത് വെച്ചതിന് ശേഷം സ്പ്രേ ചെയ്താൽ മതി. തണുപ്പോടുകൂടി സ്പ്രേ ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഞാൻ ഹെയറിന് വേണ്ടി ചെയ്യണത് കേട്ടോ. ഇനി ഞാൻ ഫേസ് വാഷ് എങ്ങനെയാണ് ഉപയോഗിക്കണം എന്നുള്ളത് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇതാ ഓൾറെഡി ഫേസ് വാഷ് പൗഡർ ഉണ്ടാക്കിയിട്ട് ഞാൻ നമ്മുടെ മുഖമൊക്കെ കഴുകുമ്പോൾ ഉപയോഗിക്കാമല്ലോ പറഞ്ഞിട്ട് വാഷ് ബേസിൻ്റെ അവിടെ തന്നെ വെച്ചിരിക്കുന്ന ഡബ്ബയാണ്. എന്താണെന്ന് ചെയ്യുകയെന്ന് വെച്ചുകൊണ്ട് പറഞ്ഞാൽ എടുക്കും, കയ്യിലിങ്ങനെ കുറച്ച് കൊട്ടും, കുറച്ച് വെള്ളം മിക്സ് ചെയ്യും, മുഖത്ത് തേക്കും, അങ്ങനെ ചെയ്യാറ്. അപ്പോൾ ഇപ്പോൾ ഞാനിത് മിക്സ് ചെയ്ത് വെച്ച കാരണം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതാ ഒരു ബൗൾ വയ്ക്കാം. ബൗളിലേക്ക് ഇപ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് മുൾത്താനി മിട്ടിയാണ്. ഞാൻ അതിൽ മിക്സ് ചെയ്തിട്ടുണ്ട് മുൾത്താനി മിട്ടി ഓൾറെഡി. മുൾത്താനി മിട്ടി നമുക്ക് കുറച്ചെടുക്കുക. ഇപ്പോഴേക്ക് വേണ്ടി മാത്രമാണ് ഞാൻ എടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യം കുറച്ച് കോഫി പൗഡർ, കുറച്ച് മതിയേ. കുറച്ച് പറഞ്ഞാൽ ഇത് നമ്മുടെ സാധാരണ പൊടിക്കില്ലേ, വീട്ടിലൊക്കെ ഇങ്ങനെ പൊടിക്കില്ലേ, ആ കോഫിയാണ്. കുറച്ച് കുഞ്ഞൊരു തരിയുള്ള പൊടിയാണ്. പിന്നെ നമുക്ക് ആവശ്യം നമ്മുടെ ഈ ഓറഞ്ച് പീൽ പൗഡർ ഉണ്ടല്ലോ, അതാണ്. ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചതാണ് ഓറഞ്ച് പീൽ പൗഡർ. അതുകൊണ്ടാണ് അതിലൊരു തരി നിങ്ങൾക്ക് കാണുന്നത്. അപ്പോൾ നൈസായിട്ടുള്ള ഭാഗം എടുക്കുക, അതും അതുപോലെ കുറച്ചെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഈ 3 പൗഡറും അതിലത്തെ കോഫിപ്പൊടി ഏറ്റവും കുറവ് മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യം എന്താ അറിയോ, നമ്മുടെ കടലമാവാണേ. കടലമാവ് ഓൾറെഡി ഞാൻ ഇതിൽ ചേർത്തുണ്ട്. ഇതിൽ കടലമാവുണ്ട്. പക്ഷേ ഇപ്പോൾ കടലമാവ് ചേർക്കാൻ എൻ്റെ കയ്യിൽ കടലമാവ് കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് കൊട്ടുകയാണ്. നിങ്ങൾ എടുക്കുമ്പോൾ കടലമാവ് ചേർക്കണം കേട്ടോ. അപ്പോൾ കടലമാവും കുറച്ചെടുക്കുക. പൊടികൾ കടലമാവ് വേണം, ഓറഞ്ച് പീൽ പൗഡർ വേണം, മുൾത്താനി മിട്ടി വേണം, കോഫി പൗഡർ വേണം. ഈ 4 പൊടികൾ വെച്ചിട്ടാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. ഇത് ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ കയ്യിൽ ഇല്ല പറഞ്ഞിട്ട് വിഷമിക്കേണ്ട. ഇപ്പോൾ ഓറഞ്ച് പീൽ പൗഡർ എല്ലാവരുടെയും കയ്യിലുണ്ടാവില്ല, ഇല്ല എന്നുണ്ടെച്ചാൽ നിങ്ങൾ ഉപയോഗിക്കേണ്ട. ബാക്കിയുള്ള 3 ഇൻഗ്രീഡിയൻസ് വെച്ച് തീർച്ചയായും എല്ലാവരുടെ കയ്യിലും മുൾത്താനി മിട്ടി, കോഫി പൗഡർ, കടലമാവ് ഉണ്ടാവും. ഇത് 3 കൂടി മിക്സ് ചെയ്തൊരു ഡപ്പയിലാക്കിയിട്ട് വെക്കുക. നമുക്ക് പല്ല് തേച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഉപയോഗിച്ച് ഫേസ് വാഷ് ചെയ്യുക. അടിപൊളിയാണ്. പാല് ഉപയോഗിച്ചോ തൈര് ഉപയോഗിച്ചോ ചെയ്യണവർക്ക് ചെയ്യാം. ഞാൻ വെള്ളവും ഉപയോഗിച്ചാൽ ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ വെള്ളം തന്നെയാണ് നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് കാണിച്ചു തരുന്നത്. അതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ കണ്ടുല്ലോ, ഫേസ് വാഷ് നമ്മൾ മിക്സ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. പൊടിയാക്കി വെച്ച് കഴിഞ്ഞ് പറഞ്ഞാൽ അപ്പളേക്കപ്പളെ ഉപയോഗിക്കുക. അതുമാതിരി തന്നെ ഹെയറിൽ എങ്ങനെയാണ് ഞാൻ ടോണർ ഉണ്ടാക്കിയെന്നുള്ളത് നിങ്ങൾക്ക് കണ്ടു. നിങ്ങൾ തീർച്ചയായും ചെയ്ത് നോക്കുക. അടിപൊളിയാണ്. നിങ്ങളുടെ മുടി കൊഴിച്ചിലൊക്കെ നിൽക്കും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ അപ്പളേക്കപ്പളെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി കയ്യിലെടുത്തിട്ട് മിക്സ് ചെയ്യുക ചെയ്യാറ് എന്നുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബൗളിൽ എടുത്തത്. അതിന് ശേഷം ഇത് നമ്മൾ മുഖത്ത് തേക്കുക. പല്ല് തേച്ച് കഴിഞ്ഞിട്ടും രാത്രി കിടക്കണതിന് മുമ്പ് നിങ്ങൾക്ക് അഥവാ നിങ്ങൾ ഫേസ് വാഷ് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായതുകൊണ്ടാണ് ഞാൻ പറയണത്. അപ്പോൾ നമുക്ക് ഇത് കഴുത്തിലൊക്കെയും തേക്കാം. നിങ്ങൾക്ക് ശരീരം മൊത്തം തേക്കുകയെന്ന് വെച്ചാൽ ശരീരത്തിലുള്ള ടാന് മുഴുവൻ മാറാനൊക്കെ നല്ലപോലെ സഹായിക്കും. വെറും വെള്ളം വെച്ചിട്ടാണ് ഞാൻ ചെയ്ത്. നിങ്ങൾക്ക് പാൽ ഉപയോഗിച്ചിട്ടോ എന്ത് ഉപയോഗിച്ചിട്ടോ വെച്ചാലും ചെയ്യുക. നമ്മൾ ഫേസ് വാഷ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഫേസ് വാഷ് കൊണ്ട് ചെയ്യുക, അതുപോലെ ഇതും നല്ല
ഇതിൽ തരിയൊന്നും അധികമില്ല. ഞാൻ പറഞ്ഞില്ലേ കോഫി പൗഡർ തരി ഉള്ളതാണ്, കുറച്ചാണ് മിക്സ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് അറിയ പോലും ഇല്ല കോഫി പൗഡർ ഉണ്ട് എന്നുള്ളത്. പക്ഷേ ഫേസ് ക്ലീൻ ചെയ്യാനും നല്ലൊരു ഗ്ലോ കിട്ടാനും കോഫി പൗഡർ നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് തന്നെ കോഫി പൗഡർ തീർച്ചയായിട്ടും ഉപയോഗിക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ തന്നെ നമ്മൾ ഫേസ് എങ്ങനെയാണോ ഫേസ് വാഷ് വെച്ച് ഉപയോഗിക്കുക എന്നത് നമ്മൾ മുഖത്തൊരു മസാജ് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഫേസ് കഴുകിയെടുക്കുക. ഇത്ര ഇതിന് ആവശ്യമുള്ളൂ. ഇപ്പോൾ ഞാനിപ്പോൾ അതാ ഒരു 2 മിനിറ്റിൻ്റെ ഫേസിൽ ഒരു മസാജ് കൊടുത്തു. ഇപ്പോൾ കണ്ടില്ലേ നിങ്ങൾ, ഇത് നമുക്ക് കഴുത്തിലൊക്കെ ഉപയോഗിക്കുക. ചെയ്യണം അതിൻ്റെ ഒപ്പം നിങ്ങൾ കഴുത്തിൽ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ കഴുത്തിലും കൂടി ആ ഒരു റിസൾട്ട് കിട്ടും. ഞാൻ കഴുത്തിലൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല, കാരണം പെട്ടെന്ന് നമ്മൾ വലിയ തേച്ച് മുഖം കഴുകിക്കൊണ്ട് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങോട്ട് ചെയ്യുക. പിന്നെ ചില സമയത്ത് ഇതെടുത്തിട്ട് കുളിക്കാറുണ്ട്. ആ സമയത്ത് നമ്മുടെ കഴുത്തത്തേക്ക് ടാന് പെട്ടെന്നാണ് മാറി കിട്ടുക കേട്ടോ. ഇപ്പോൾ ഞാനിപ്പോൾ അതാ ഫേസിൽ ചെയ്തു, നിങ്ങൾ കണ്ടല്ലോ. ഇനി നമുക്ക് ഇത് കഴുകിയെടുക്കണം. ഞാനിപ്പോൾ നിങ്ങൾക്ക് കഴുകിയെടുത്തിട്ട് ഇതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഞാനിത് ഫേസിൽ നമ്മൾ അപ്ലൈ ഒരു 2-3 മിനിറ്റിൻ്റെ ഫേസിലൊരു മസാജ് കൊടുത്തു. ഫേസ് വാഷ് ചെയ്തു. ഫേസ് വാഷിൻ്റെ ആ ഒരു മൊത്തം പോയി കണ്ടില്ലേ. അപ്പോഴേക്കും തന്നെ നമ്മുടെ മുഖത്തിൽ നല്ലൊരു ഗ്ലോയാണ് വരണത്. ഇത് നമ്മൾ ഡെയിലി 2 വട്ടം 3 വട്ടമൊക്കെ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ വീട്ടിൽ എന്താ പറയുക ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മളിത് ചെയ്യണത്. നമുക്ക് അധികം പൈസ എക്സ്ട്രാ കൊടുക്കേണ്ട ആവശ്യമില്ല. നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത്. നമ്മുടെ സ്കിന്നിന് ഒരു ദോഷവും വരുത്താത്ത നല്ലൊരു ഫേസ് വാഷ് പൗഡറാണ് ഞാൻ ഉണ്ടാക്കി കാണിച്ചു തന്നത്. അതുപോലെ തന്നെ നമ്മുടെ മുടി കൊഴിച്ചിൽ ഹെയർ ഗ്രോത്തിനും പറ്റിയ നല്ലൊരു ടോണറുമാണ് ഞാൻ കാണിച്ചു തന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് എങ്ങനെ റിസൾട്ട് കിട്ടിയെന്ന് കമൻറ്റ് വഴി ഒന്ന് അറിയിക്കും. നമുക്കപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.